നമസ്കാരം, ഞാൻ പാതിരാപ്പള്ളി വാർഡ് കൗൺസിലർ MS കസ്തൂരി. നമ്മുടെ വാർഡിന്റെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ വാർഡിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ മാഡം ഈ അംഗനവാടികളെ കുറിച്ച് പറഞ്ഞു. കൂടുതൽ അംഗനവാടികൾ എവിടെ തുടങ്ങിയിട്ടുണ്ട്? അതെ 14, നമുക്ക് ഏകദേശം 13-14 അംഗൻവാടികളുണ്ട്. അപ്പോൾ 2 അംഗൻവാടി നമ്മുടെ ഇളയമ്പള്ളിക്കോണം പ്രദേശത്ത് ഒരു വിജ്ഞാനവാടിയും അതുപോലെ തന്നെ പ്രിയദർശിനി വായനശാലയും ഉണ്ടായിരുന്നു. അത് കോർപ്പറേഷന്റെ ഭൂമിയിലാണ് അത് സ്ഥിതി ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു അംഗൻവാടി വാടക കെട്ടിടത്തിൽ 69-ാം നമ്പർ അംഗൻവാടി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ വായനശാലയും വിജ്ഞാനവാടിയും അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ ഒരു പുതിയൊരു ബിൽഡിംഗ് 2 നിലയിൽ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ട് അവിടെ ഈ താഴത്തെ നിലയിൽ അംഗനവാടി, മുകളിൽ വായനശാലയും വിജ്ഞാനവാടിയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടം. വിജ്ഞാനവാടി എന്ന് പറഞ്ഞാല് അവിടെ കുറച്ച് SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ട്. അവർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം, ട്യൂഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതിന് വേണ്ടി സൗജന്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിജ്ഞാനവാടി നമ്മളവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് ഉണ്ടായിരുന്നു, അത് ഇടിഞ്ഞു പൊളിഞ്ഞൊരു കെട്ടിടത്തിലായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ചപ്പോൾ നല്ല രീതിയിലുള്ള ബഹുനില കെട്ടിടം അവിടെ സ്ഥാപിച്ചു. പിന്നെ മച്ചനാട് നമുക്കൊരു അംഗനവാടി ഉണ്ട്. അതെന്ന് വെച്ചാൽ പഴയ ഒരു തകര ഷീറ്റിട്ട ഒരു കെട്ടിടമായിരുന്നു. അപ്പോൾ അതൊരു സ്വകാര്യ വ്യക്തിയുടെ 2.5 സെന്റ് ഭൂമിയാണ്. മച്ചനാട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കോട്ടമൂടിന്റെ നേരെ താഴെ ഭാഗസിന്ന ആ ഭാഗത്താണ്. അവിടെ സെന്റിന് നല്ല ലക്ഷക്കണക്കിന് വിലയുള്ള സ്ഥലമാണ് ആ മണ്ണന്തല പ്രദേശത്ത്. അവിടെ ഒരു സ്വകാര്യ വ്യക്തി അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ 3 സഹോദരങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ കെട്ടിടം കോർപ്പറേഷൻ, ആ സ്ഥലം കെട്ടിടത്തോടൊപ്പം തന്നെ കോർപ്പറേഷന് വിട്ടു നൽകുകയും ആ സ്ഥലത്ത് നമ്മൾ പുതിയൊരു അംഗനവാടി കെട്ടിത്തുടങ്ങി. താഴത്തെ നിലയിലുള്ള കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞു. അടുത്ത 2ാമത്തെ നിലയിലെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പേര് ഉപയോഗിക്കാനായിട്ട് കുടുംബ പേരുണ്ട്. പെരുങ്ങോട് എന്ന് പറഞ്ഞൊരു കുടുംബമാണ്. ആ കുടുംബ പേര് ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾ കോർപ്പറേഷൻ തീരുമാനിച്ചു. പക്ഷെ അവർക്കത് താല്പര്യമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്ന പേരിൽ നഗരസഭയുടെ അതെ അങ്ങനെ അത് പറഞ്ഞു. അവര് കോർപ്പറേഷൻ അവർ വിട്ടുകൊടുത്തു. ഇനിയിപ്പോ അത് അവർക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ അംഗനവാടി ഉള്ളത് പാതിരാപ്പള്ളി 13 അംഗനവാടി ഉണ്ട്. എല്ലാത്തിലും നല്ല സ്ട്രെങ്ത് എല്ലാം നല്ല സ്ട്രെങ്ത് ഉണ്ട്. മാഡം എല്ലാ അംഗനവാടിയിലും സന്ദർശിക്കാറുണ്ടോ? പിന്നെ ALMC മീറ്റിംഗ് കൂടാറുണ്ട്. സ്കൂളിൽ ഇപ്പോൾ നവംബറിലും ജൂണിലും 2 പ്രവേശനോത്സവമാണ് ഉള്ളത്. അപ്പോൾ എന്നാൽ കഴിയുന്ന വിധം നമ്മുടെ സാമൂഹ്യ സന്നദ്ധ സംഘടനകളെ കൊണ്ടൊക്കെ അംഗനവാടികളിൽ വേണ്ടുന്ന റെസിഡൻസ് അസോസിയേഷൻ വഴിയൊക്കെ ബുക്കും അതുപോലെ ചോറ്റുപാത്രവും കുടകളും എല്ലാം എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സഹായ സഹകരണങ്ങളെല്ലാം എല്ലാ അംഗനവാടികൾക്കും ഞാൻ ചെയ്യാറുണ്ട്. അത് പണക്കാരൊന്നും പാവങ്ങളൊന്നും അങ്ങനെ നമ്മുടെ അംഗൻവാടിയിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലാ കുട്ടികളും അവിടെ വരും. ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് പണക്കാരുടെ കുട്ടികളാണ്. അത്രത്തോളം നല്ല അവിടെ ഉള്ള ഒരു എന്ന് വെച്ചാൽ ആ ഒരു ഫെസിലിറ്റീസ് അത്രത്തോളം നമ്മുടെ അംഗൻവാടികളിലെല്ലാം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ കൊടുക്കുന്നതിനേക്കാളും നല്ല പോഷകരമായിട്ടുള്ള ആഹാരമാണ് നമ്മുടെ അംഗൻവാടിയിൽ കൊടുക്കുന്നത്. അതുപോലുള്ള ശ്രദ്ധയും അവർക്ക് ടീച്ചേഴ്സ് അവിടെ നിന്ന് പ്രഭാത ഭക്ഷണമുണ്ട്. പിന്നെ ഇടയ്ക്കുള്ള ഈ ഇതുണ്ടല്ലോ നമ്മുടെ അമൃതം പൊടിയിൽ തന്നെ പല വിധത്തിലുള്ള പലഹാരങ്ങൾ, കട്ട്ലറ്റ്, അതുപോലെ അവലോസ് പൊടി, അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ, ഇലയട, അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് അതെല്ലാം നല്ലതാണ്. ആഹാരം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഈ ശരീരം നമ്മുടെ ജന്മസിദ്ധമായിട്ടുള്ള ശരീരമാണ്. അതുകൊണ്ട് പിന്നെ കഴിക്കില്ല എന്നല്ല, ഞാൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ആദ്യ ഘട്ടമാണോ? ഇല്ല, ഞാൻ 3ാമത്തെ പ്രാവശ്യമാണത് ജയിച്ചു വന്നത്. ആദ്യം കുടപ്പനക്കുന്ന് 2005 കുടപ്പനക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായി. അത് കഴിഞ്ഞപ്പോൾ 2010 കോർപ്പറേഷൻ ആയപ്പോൾ കൗൺസിലറായിട്ട് വനിതാ വാർഡായിരുന്നു, സംവരണ വാർഡായിരുന്നു. അങ്ങനെ ഞാൻ പാതിരാപ്പള്ളി വാർഡിൽ നിന്ന് ജയിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോൾ 2015-20 വേറെ ജനറൽ സീറ്റ് ആയപ്പോൾ മാറിക്കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും 2020 ഈ വാർഡ് വിട്ടു തരുന്ന പ്രശ്നമല്ല. ഇല്ല ഹലോ, പാതിരാപ്പള്ളിയുടെ MS കസ്തൂരി ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോ മാഡത്തിനോട് സംസാരിച്ചോളൂ, കൂടുതൽ വികസനങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഹലോ സർ, കൗൺസിലറാണേ. അപ്പോ നമ്മുടെ നാട്ടിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് സംസാരിക്കാനായിട്ടായിരുന്നു. നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വാർഡിൽ ഇനി എന്തൊക്കെ വികസനങ്ങൾ വേണം എന്നൊക്കെ ഉള്ളതാണ് ഇവരുടെ ചോദ്യം. അപ്പോ സാറിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണം. നിർദ്ദേശങ്ങളാണ് വേണ്ടത്. നിർദ്ദേശങ്ങൾ ഇപ്പൊ
ചെയ്യാനുള്ളത് ചെയ്തതെന്ന് പറയുന്നത് സ്കൂളിന്റെ വികസനം, ഹോസ്പിറ്റലിന്റെ വികസനം, അതോടൊപ്പം ഈ വാർഡിലുള്ള റോഡിന്റെ വികസനങ്ങളെല്ലാം ഏകദേശം 90% പൂർത്തിയായി. ഇപ്പൊ നമുക്കിനി വേണ്ടതെന്ന് പറയുന്നത് ഈ ഭാഗത്തേക്ക് ഏറ്റവും കൂടുതൽ, ഈ വാർഡിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഡ്രെയിനേജ് സംവിധാനവും. ആ ഡ്രെയിനേജ് സംവിധാനം ഈ വരും കാലങ്ങളിലും അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഈ ചുഴമ്പാല മുക്കോല റോഡില് പരിസര പ്രദേശങ്ങളിൽ നിരവധി ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത് വന്നുകൊണ്ടിരിക്കുന്നു, പലതും പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ നഗരത്തിലെ പ്രധാനമായ ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു. സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ വരുന്ന ഒരു പ്രദേശമായിട്ട് ഇവിടെ ഡ്രെയിനേജ് സംവിധാനങ്ങള് വളരെ ശക്തമായി കൊണ്ടുവന്നേ പറ്റുള്ളൂ. അത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഡ്രെയിനേജ് സംവിധാനം. അതോടൊപ്പം തന്നെ ചൂടമ്പാല മുക്കോല റോഡിന്റെ MLA ഫണ്ടിലാണെങ്കിലും അതിന്റെ നവീകരണം വളരെ അത്യാവശ്യമാണ്. കാര്യം ഏറ്റവും ഇടുങ്ങിയ റോഡും ഏറ്റവും കൂടുതൽ വാഹന സഞ്ചാരമുള്ള ഒരു പ്രദേശമാണ് ഈ ചൂടമ്പാല മുക്കോല റോഡ്. അപ്പൊ അത് നവീകരിക്കുകയും അത് വികസിപ്പിക്കുകയും ചെയ്യേണ്ടത് ഭാവിയിൽ അത്യാവശ്യ ഘടകമായി തോന്നിയിരിക്കും. അതെ അതെ, അത് നമുക്ക് MLA ശ്രദ്ധയപ്പെടുത്താം. അത് നമുക്കേ അത് MLA ശ്രദ്ധയപ്പെടുത്തി അത് അതിന്റെ അത്യാവശ്യമാണ്. നമ്മളത് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ജഡറോഡായ ചൂഴമ്പാല മുക്കോല പ്രദേശങ്ങളിലുള്ള വാഹന സൗകര്യങ്ങളിൽ പൊതുവാഹനങ്ങൾ എന്ന് പറയുന്ന ഈ ട്രാൻസ്പോർട്ടിന്റെ നിലവിലുണ്ടായിരുന്ന രാത്രി കാലവും രാവിലെ ഉണ്ടായിരുന്ന ബസ് സർവീസ് വളരെ മാത്രമേ ഉള്ളൂ. അത് പഴയപടി ചുഴമ്പാല മുക്കോല റോഡിന്റെ വികസനത്തിനും ആ റോഡിന്റെ വികസനവും ഉണ്ടാവണം. അതോടൊപ്പം അവിടെ ബസ് സർവീസിന്റെ എണ്ണത്തിൽ കുറഞ്ഞു പോയത് അത് കൂടുതൽ യാത്രക്കാരുള്ള ഒരു പ്രദേശമാണ്. അത് നമുക്കത് കൂടുതലായി ബസ് സർവീസുകൾ ഗവൺമെന്റിനെ കൊണ്ട് അനുവദിപ്പിക്കുകയും വേണം. തീർച്ചയായിട്ടും നമുക്ക് ഗതാഗത മന്ത്രി വേറെ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് കോപ്പിക്കുളം എന്ന് പറഞ്ഞ കുളങ്ങളെല്ലാം പലരും കയ്യേറ്റം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഇപ്പൊ ഇവിടെ നാട്ടിൽ നടക്കുന്നത്. പ്രമാണിമാര് കുളം നശിപ്പിക്കുന്ന ഒരു പ്രവണത വന്നിട്ടില്ല. അതിനാൽ കോപ്പിക്കുളം, കട്ടക്കാലിക്കുളം, ഇങ്ങനെയുള്ള പണയിക്കുളം, അതുപോലെ തന്നെ അയണിക്കാട് കുളം, ഇതൊക്കെ നവീകരിച്ച് മത്സ്യകൃഷി ഉൾപ്പെടെയുള്ളത് നടത്താനുള്ള ഒരു സംവിധാനങ്ങളും ഭാവിയിൽ ചെയ്താൽ അത് നാട്ടിന് വലിയ ഉപയോഗമാവും. സ്ഥലങ്ങൾ സംരക്ഷിക്കാനും പറ്റും. നല്ല നിർദ്ദേശമാണ്. അത് ഞാൻ പറയാം, ഞാൻ കോർപ്പറേഷനിലും പറയാം, MLA അടുത്തും പറഞ്ഞോളാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നാളത്തെ വികസന പ്രവർത്തനങ്ങള് പാതിരപ്പള്ളിയുടെ ചരിത്രത്തില് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. മുമ്പൊന്നും നടക്കാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. റോഡിന്റെ വികസനമായാലും ഹോസ്പിറ്റലിന്റെ വികസനമായിരുന്നാലും സ്കൂളുകളുടെ നവീകരണമായിരുന്നാലും എല്ലാം ഇവിടെ നടന്നു കഴിഞ്ഞു. എങ്കിലും ഇനിയും ഒരു 10% റോഡുകൾ ഉണ്ട് ഭാഗത്ത്. അതും കൂടെ ചെയ്യുകയും ഈ പറഞ്ഞ വിധത്തിലുള്ള മാറ്റങ്ങൾ, കുളങ്ങളായാലും അതുപോലെയുള്ള റോഡിന്റെ നവീകരണം, ചുഴപ്പാല മുക്കോല റോഡാണ് വൈഡിങ് റോഡായി അത് MC റോഡിന്റെ ഹൈ റോഡാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ വർഷങ്ങളായിട്ട് സ്ഥലങ്ങള് പോലുള്ള സ്ഥാപനങ്ങൾ പെർമിറ്റിന് വാങ്ങുമ്പോൾ അത് സ്ഥലം അവര് അത് നോക്കിയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഇതുവരെ നവീകരണം നടക്കുന്നില്ല, സ്ഥലം ഏറ്റെടുക്കുന്നില്ല, പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. നമുക്കത് വളരെ എളുപ്പത്തിൽ MLA സംസാരിക്കുക. അതുപോലെ ട്രെയിനിങ് സംവിധാനം, അതുപോലെ എനിക്ക് പറയാനുള്ള, അതുപോലെ നമ്മുടെ പ്രദേശത്തുള്ള അംഗൻവാടികളുടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നല്ല കാര്യങ്ങൾ ഒരുപാട്. അതെ, പുതിയ അംഗൻവാടികൾ 2 കെട്ടിക്കൊണ്ടിരിക്കുന്നു, പൂർത്തിയായി. അതിന്റെ ഇളയമ്പള്ളി കോണത്തും അതുപോലെ തന്നെ മച്ചനാട്. അതെ ഏറ്റവും കൂടുതൽ കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. താങ്ക് യു സർ. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, precious like me.
am Dr. Rehna, Alpha Hill Skin and Hair Clinic. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്, കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടിവുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ, പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നതിനകത്ത് എന്നിട്ട് കാര്യങ്ങൾ കൂടെ ചോദിക്കാനുള്ളത്, മാഡം ഈ കഴിഞ്ഞ 10-15 വർഷമായി ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്നു. അപ്പൊ വീട്ടിലെ വിശേഷം കൂടെ നിങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? എൻ്റെ വീട്ടില് എൻ്റെ ഭർത്താവ് ഉണ്ണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഇലക്ട്രീഷ്യനാണ്. 2 ആൺമക്കളാണ്. മൂത്തവന്റെ പേര് കൈലാസ് കൃഷ്ണ, ഇളയാള് ശബരിനാഥ്. കൈലാസ് കൃഷ്ണ കാറ്ററിങ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലായിട്ട് ആണ് പോകുന്നത്. പിന്നെ ഇളയവൻ യൂണിയൻ ബാങ്കിൽ, അത് ഡെയിലി ബേസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ കല്യാണം കഴിഞ്ഞു. വൈഫ് RCCയിലും അതും ഡെയിലി ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട്. പിന്നെ ഒരു മോളുണ്ട്, അവളുടെ പേര് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് ചാരു എന്നാണ്, ശിഖായസ്നാഥ്. അവള് സർവോദയ സ്കൂളിൽ 3ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയാണ്. അപ്പോ ഞാൻ ഇടയ്ക്ക് ഒരു സംഭവം ചോദിച്ചോട്ടെ. അപ്പോൾ നമ്മളവിടെ തെരുവ് നായ്ക്കള് ധാരാളം ഉണ്ടല്ലോ അല്ലെ? അപ്പൊ ഒരു ജില്ലാ കളക്ടർ, ഞാൻ പല എപ്പിസോഡിലും ചോദിച്ച ചോദ്യമാണ്. ഒരു മുൻ ജില്ലാ കളക്ടർ പറഞ്ഞു തെരുവ് നായ്ക്കളെ പിടികൂടി നേരെ വനത്തിലേക്ക് വിടുക, അത് മറ്റ് മൃഗങ്ങൾക്ക് ആഹാരമാവും എന്നാണ് പറയുന്നത്. ഇതിനോട് മാഡം യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഈ ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല. ഈ തെരുവ് നായ്ക്കളെയൊക്കെ മറ്റുള്ള മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നതിന് വളരെ നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നമുക്ക് തെരുവ് നായ്ക്കളെ കൊല്ലരുത് എന്നുള്ള ഒരു നിർദ്ദേശം വന്നതുകൊണ്ട് നമുക്കത് കൊല്ലാൻ സാധിക്കുന്നില്ല. പക്ഷെ ഈ നായ്ക്കളെന്ന് പറയുന്നത് ഭയങ്കര ഉപദ്രവകാരികളാണ്, ഉപകാരപ്രദമായിട്ടുള്ളവരും ഉണ്ട്. പേ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയില്ല. നമ്മുടെ മനുഷ്യജീവനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പേ വിഷബാധ എന്നുള്ളത്. എന്നിരുന്നാലും നമുക്കിപ്പോ കോർപ്പറേഷൻ ABC പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലുള്ള പ്രോഗ്രാം ഒക്കെ ചെയ്തു കഴിഞ്ഞ് നായ്ക്കളെ നമ്മൾ ഇവിടെ തന്നെ സംരക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറയാം, നമുക്ക് കോർപ്പറേഷന് പൊതുവായിട്ടുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു ഷെൽട്ടർ പോലെ കെട്ടിയിട്ട് നായെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നൂടെ? അങ്ങനെ ചെയ്തുകൂടെ സർ? അല്ല, അത് എന്നോടല്ല നഗരസഭയോടാണ് ചോദിക്കുന്നത്. അങ്ങനെ നമുക്ക് ആ ഒരു ഷെൽട്ടർ കെട്ടിയിട്ട് അങ്ങനെ നമ്മുടെ വന്യപ്രദേശങ്ങളിൽ വന്യജീവികൾക്ക് വിട്ടുകൊടുക്കുന്നതിനേക്കാളും അതും നമ്മുടെ എത്രയോ പേര് ഇങ്ങനെ ഈ നായ്ക്കളെ അവരുടെ സ്വന്തം കുട്ടികളെക്കാളും നന്നായിട്ട് സംരക്ഷിച്ചു കൊണ്ടുപോകും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കൊടപ്പനക്കുന്നിലെ ഒരു അനിമൽ ഹസ്ബൻഡറിയുടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ നായ്ക്കളെയൊക്കെ കൊണ്ടുവരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ പ്ലാനിലൊക്കെ പൊതിഞ്ഞ് കുട്ടികളെ പോലും ഇത്രയും നന്നായിട്ട് സംരക്ഷിക്കില്ല. ആ തരത്തിലാണ് അവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ അത്രയും മൃഗസ്നേഹികളായിട്ടുള്ള ആൾക്കാരുള്ളപ്പോൾ ഇതൊക്കെ വന്യജീവികൾക്ക് വന്യമൃഗത്തിനും ഒക്കെ വിട്ടുകൊടുക്കുക എന്നുള്ളത് തെരുവ് നായ്ക്കള് കാര്യമാണ് ഞാൻ പറയുന്നത്. തെരുവ് നായ്ക്കളാകുന്നത് എങ്ങനെയാണ്? മനുഷ്യര് ആവശ്യം കഴിഞ്ഞാല് വലിച്ചെറിയുന്നത് കൊണ്ടല്ലേ അത് തെരുവ് നായ്ക്കളാകുന്നത്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഭക്ഷണം മൃഗസ്നേഹികൾ കൊണ്ടൊന്ന് തെരുവോരം കൊണ്ടൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട്. എന്റെ വീടിനടുത്ത് തന്നെ ഒരു ഓട്ടോ ഡ്രൈവർ കൊണ്ടുകൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കാരണം കുട്ടികൾക്കൊന്നും അതിലെ ട്യൂഷന് പോകാനും പറ്റാത്ത വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. പോലീസ് കേസ് വരെ ആയതാണ്. എന്നിരുന്നാലും അദ്ദേഹം അത് മനസ്സിലാക്കുന്നില്ല. പട്ടി കുട്ടികളെ കടിച്ച് കൊന്നാലും പ്രശ്നമില്ല, നായ്ക്കളെ സംരക്ഷിക്കണമെന്നുള്ളത്. നായ്ക്കളെ സംരക്ഷിക്കണം. അത് അക്രമാസക്തരായി എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പിന്നുള്ള കാര്യം. ABC പ്രോഗ്രാം ചെയ്ത് നമുക്ക് അതിനെ എന്തെങ്കിലും നിയന്ത്രിച്ചേ പറ്റുള്ളൂ. അല്ലാതെ വന്യജീവികൾക്ക് വിട്ടുകൊടുത്ത് അതിനെ ഭക്ഷണമാക്കാനായിട്ട് ഞാൻ ഒരിക്കലും അനുകൂലമല്ല.
ഓക്കെ മാഡം, മാഡത്തിന് എന്തെങ്കിലും കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് പറയാം? നിരവധി പ്രോജക്റ്റുകൾ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നിരവധിയായിട്ടുള്ള കുളങ്ങളുണ്ട് നമ്മുടെ വാർഡിൽ. ആ കുളങ്ങളെല്ലാം നവീകരിച്ച് അവിടെ മത്സ്യകൃഷിയോ, നേരത്തെ നമ്മുടെ ബാബു സാർ പറഞ്ഞതുപോലെ മത്സ്യകൃഷി ചെയ്യാനോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെല്ലാം അവിടെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തന്നെ മത്സ്യഫെഡിന്റെ ആഭിമുഖ്യത്തിൽ നിരവധി മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ കുറ്റിച്ചക്കോണം എന്ന് പറഞ്ഞ കുളമുണ്ട്, അതുപോലെ അപ്പച്ചി കുളമുണ്ട്, ഉദിയനൂർ ക്ഷേത്രക്കുളമുണ്ട്. അവിടെയൊക്കെ മത്സ്യകൃഷി ചെയ്ത് അവിടെ ആൾക്കാരെല്ലാം അങ്ങനെ മത്സ്യം വിറ്റ് ജീവിക്കുന്ന, വർഷം തോറും വിളവെടുപ്പ് നടത്തി അവിടെ മത്സ്യകൃഷിയൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടിയാണ്. നമ്മുടെ കൃഷിഭവനിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളും അതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ഒരു അംഗനവാടി, ഒരു നമുക്ക് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക്, അതുപോലെ തന്നെ അവർക്ക് സമയം ചെലവഴിക്കാനായിട്ടുള്ള ഒരു റൂം, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ, അത് നല്ലൊരു പ്രോജക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു മനസ്സിൽ നിന്ന് ആശയം ഒരു 2-3 കോടി രൂപയെങ്കിലും ആവുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് ഘട്ടഘട്ടമായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ്, അത് നന്നായിരിക്കും. അതുപോലെ തന്നെ നിരവധി റോഡുകളുടെ സൈഡിൽ കൂടെ ഓടയില്ലാതെ റോഡ് നമ്മൾ കോർപ്പറേഷനും MLA ഫണ്ട് ഉപയോഗിച്ച് നിരവധി റോഡുകൾ ചെയ്യുന്നുണ്ട്. പല പ്രാവശ്യവും പൊട്ടുന്നതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അതിന് വെള്ളം ഒഴുകി പോകാൻ പറ്റാത്ത സ്ഥലങ്ങളായതുകൊണ്ട് റോഡിൽ കൂടെ തന്നെ ഈ ഓടയിലുള്ള പല ഭാഗത്തു നിന്നുള്ള വെള്ളം റോഡിൽ കൂടെ ഒഴുകിയിട്ട് പിന്നെ അത് പൊട്ടിപ്പോകാറുണ്ട്. പിന്നെ നിരവധിയായിട്ടുള്ള പൈപ്പിന്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ അമൃതം പദ്ധതി ഉപയോഗിച്ച് ഞങ്ങൾ പല സ്ഥലത്തും പൈപ്പ് ലൈൻ പുതുതായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. നിരവധി കണക്ഷൻസ്, ഹൗസ് കണക്ഷൻ ഏകദേശം ഒരു 390ഓളം കണക്ഷൻ, 400 അടുപ്പിച്ച് ഇപ്പോഴും 2-3 പേരുണ്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ആ കണക്ഷൻ, വൈദ്യുതി നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് പോസ്റ്റ് മാറ്റുക, സ്ട്രീറ്റ് മെയിൻ വലിക്കുക, അതല്ലാതെ ഹൗസ് കണക്ഷൻ അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടേ ഇല്ല. നമ്മുടെ പാതിരാപ്പള്ളി വാർഡിൽ പൂർണ്ണ വൈദ്യുതി ഉള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കേണ്ട കാര്യം വന്നിട്ടില്ല. നമുക്ക് പുതുതായിട്ടുള്ള പോസ്റ്റ് ഇട്ട് സ്ട്രീറ്റ് മെയിൻ വലിച്ച് അവിടെ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വാർഡിന്റെ എല്ലാ പ്രദേശത്തും നമുക്ക് 2 സെക്ഷനാണുള്ളത്. ഒന്ന് കുടപ്പനക്കുന്ന് KSEB, ഒന്ന് നാലാഞ്ചിറ KSEB. ഈ 2 പരിധിയിൽ വരുന്ന KSEBയിൽ നമുക്ക് എവിടെയൊക്കെയാണോ പോസ്റ്റ് ഇടാനുള്ളത്, ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളത്, അതെല്ലാം നോക്കി നമുക്ക് അതിൽ റെസിഡൻസ് അസോസിയേഷനും അവിടെയുള്ള ആൾക്കാരെല്ലാം നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അവർ ഇന്ന സ്ഥലത്ത് ഇന്ന പോസ്റ്റിൽ ഇത് ഇല്ല എന്ന് പറയുകയാണെന്നുണ്ട് ഉടനെ തന്നെ നമ്മുടെ മേയറൊക്കെ നമുക്ക് ഈ വികസന കാര്യത്തിലൊക്കെ എന്ത് വേണം ചോദിച്ച് ഇങ്ങോട്ട് വരുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ MLA എത്ര തന്നെ നമുക്ക് അഭിനന്ദിച്ചാലും മതിയാവില്ല. നമ്മുടെ റോഡിന്റെ അവസ്ഥയൊക്കെ ആദ്യത്തെ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്കിങ്ങനെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ തല ഉയർത്തി നടക്കാൻ പറ്റുന്നത് തന്നെ നമ്മുടെ ഈ ഒരു MLA-യുടെ 80% നമുക്ക് നന്നായിട്ടുള്ള ഫണ്ട് നമ്മുടെ MLA തന്നിട്ടുണ്ട്. പട്ടിയൂർക്കാവ് വികസനത്തിന്റെ പൂക്കാലം എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വന്ന് പോരെ എന്ന് പറയുന്ന പോലെ സമസ്ത മേഖലകളിലും കൈകടത്തിയിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു വാർഡ് നമുക്ക് പട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം ലോക പ്രശസ്തി ആർജിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ MLA-യുടെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. എല്ലാ വാർഡുകളിലും 24 വാർഡുകളിലും അദ്ദേഹം കക്ഷി രാഷ്ട്രീയ ഭേദം മുന്നേ കൊടുക്കുന്നുണ്ട്. തുടർന്നും അദ്ദേഹത്തിന് നൽകാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always.
Fashion for all at My Own Parthas. 60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംപാക് ഗ്രൂപ്പ്. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംപാക് ഗ്രൂപ്പ്. ടിംപാക് ഗ്രൂപ്പ്, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ. റിയൽ ഓണത്തിൽ വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pitapilil Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank, together we can. എന്തായാലും ഇനിയും നമുക്ക് കോർപ്പറേഷന് കുറേ കാര്യങ്ങളും, നമുക്കിപ്പോൾ തേരിക്കൽ റോഡ്, അതുപോലെ തന്നെ VP തമ്പി റോഡ്, ഈ 2 റോഡും നമ്മുടെ MLA ഫണ്ട് ഉപയോഗിച്ച് ടെൻഡർ ആയിട്ടുണ്ട്. മഴ കാരണമാണ് പണി ചെയ്യാത്തത്. അതുപോലെ തന്നെ ഇനി നമുക്ക് സിവിൽ നഗർ റോഡുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ചെയ്ത റോഡാണ്. പക്ഷെ വീണ്ടും അത് നമ്മുടെ പ്രദേശത്തിന്റെ പ്രത്യേകത, ഭൂപ്രകൃതിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മൊത്തത്തിൽ വയലാണ്. കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കരഭൂമിയായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചതുപ്പായിട്ട് നിലം കൃഷിയും വയലേലകളുമായിട്ടിരുന്ന സ്ഥലമായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഫ്ലാറ്റ് സമുച്ചയങ്ങളും എല്ലാം ആയി മണ്ണിട്ട് നികത്തി. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വെള്ളം പോകാനുള്ള തോട്, എന്തായാലും മഴ പെയ്താൽ വെള്ളത്തിന് പോകാനുള്ള സൗകര്യം ചെയ്തല്ലേ പറ്റുള്ളൂ. ആ ഗതിക്ക് അനുസരിച്ചുള്ള പോകാനായിട്ടുള്ള തോടും ഓടയും ഒന്നുമില്ല. ഇതെല്ലാം ലോപിച്ച് ഇപ്പോൾ എല്ലാം റോഡും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MLA പല മീറ്റിങ്ങിൽ പറയും, എവിടെ പോയാലും പാതിരാപ്പള്ളി വാർഡിൽ ഏത് പ്രദേശത്ത് പോയാലും അവിടെ എല്ലാം റോഡാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് പാതിരാപ്പള്ളി പ്രദേശം. എന്തായാലും ഇത്രയൊക്കെ വികസനങ്ങൾ എനിക്ക് നന്നായിട്ട് അഭിമാനിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ വികസന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ജനപ്രതിനിധിയാവുന്ന സമയത്തൊക്കെ ഏതെങ്കിലും 2-3 കെട്ടിടങ്ങൾ ചെയ്തിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ. കഴിഞ്ഞ ജനപ്രതിനിധിയായിരുന്നപ്പോഴാണ് ഹോമിയോ ആശുപത്രി ചെയ്തത്. അതുപോലെ 2 അംഗനവാടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും 2 അംഗനവാടി ചെയ്തിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനം. അതല്ല ഇനിയിപ്പോൾ 100% നമുക്ക് എല്ലാം തൃപ്തിപ്പെടുത്തി, എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ചെയ്യാനൊന്നും പറ്റില്ല. SC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കായാലും ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കായാലും നമ്മൾ മണ്ണും വീടും പദ്ധതി ഉപയോഗിച്ച് സ്ഥലവും വീടും അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭവന പുനരുദ്ധാരണം മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് 1 ലക്ഷം രൂപ, അതുപോലെ തന്നെ മേൽക്കൂര മാറ്റുന്നതിന് ലാപ്ടോപ്പ്, SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ്, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെയധികം ചിരകാല അഭിലാഷം എന്ന് തന്നെ പറയാം. നമ്മുടെ കൊടപ്പനക്കുന്ന് ദേവീക്ഷേത്രത്തിന് അടുത്തായിട്ട് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് വയ്ക്കുക എന്നുള്ളത്, അത് നമ്മുടെ ബഹുമാന്യനായ MLA കഴിഞ്ഞ ഉത്സവത്തിന് മുന്നേ തന്നെ ആ ഹൈമാസ്റ്റ് ലൈറ്റ് അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അത് നമ്മൾ അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. ഉത്സവ സമയത്തൊക്കെ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു ആ ലൈറ്റ് വന്നതുകൊണ്ട്. അങ്ങനെയായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും പാതിരാപ്പള്ളി വാർഡിനെ കുറിച്ച് വാതോരാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയുകയും ഒരുപാട് നിർദ്ദേശം നമുക്ക് കിട്ടുകയും ചെയ്തു. തുടർന്നും കസ്തൂരിക്ക്, അതായത് MS കസ്തൂരിക്ക് ജനങ്ങളെ സേവിക്കാനുള്ള ആരോഗ്യം നൽകട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നന്ദി മാഡം. നന്ദി സാർ. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreations@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.